എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ടോസ് കിട്ടണേ. ടോസ് കിട്ടിയിട്ട് എന്താ കാര്യം? ജയിക്കാൻ പറ്റണ്ടേ? ടൈല് ചോദ്യം എന്നോട് തന്നെ ചോദിക്കേണ്ട വരുമോ? ടോസ് കിട്ടിയിട്ട് എന്താ കാര്യം? എനിക്കിപ്പോ നടന്ന ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതൊരു സിനിമയിലെ സീനുമായിട്ട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതെന്നറിയോ? കാബൂളിവാല എന്ന് പറഞ്ഞ സിനിമ. അതില് പുട്ടൊക്കെ ഓർഡർ ചെയ്തു, ശേഷം ക്യാഷ് ഇല്ല, അപ്പോൾ നീക്കി ഇങ്ങനെ വെക്കുന്നു, എന്നിട്ട് കൈ മെല്ലെ എടുക്കൂലേ, എന്നത് അതുപോലെ. ഓക്കെ, ഫസ്റ്റ് കിഴി മാർക്കോ സിനിമയില്. ഇത് എനിക്ക് ഒന്ന് തെറ്റിച്ച് വായിച്ചാ ഞാനങ്ങ് മാറി തന്നേനെ. മാറിക്കോന്ന്. മാർക്കോ സിനിമയില് ദുർവ താക്കർ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. പുതുമുഖ നടിയാണ്, ആള് മോഡലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. യെസ്, അവർ തന്നെ കൊടുത്തതാണ്. എന്തായാലും ആള് ഓൺ ബോർഡ്. ഓക്കെ, അടുത്ത കിഴി ഹൃദയഹാരിയായ പ്രണയകഥ. ഇത് എനിക്ക് തന്നെ കിട്ടിയത് വളരെ സന്തോഷം. കാരണം 16-ാം തീയതി സിനിമക്ക് പോകുന്നത് ഞാനാണ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമക്ക് പോകുന്നത് ഇവനാണ്. ഓക്കെ, എന്തായാലും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ക യു സർട്ടിഫിക്കറ്റ്. അല്ല, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് ക്ലാഷ് ആയിട്ട് വരുന്ന 2 സിനിമക്കും യു സർട്ടിഫിക്കറ്റാ. സത്യം, ക്ലീൻ യു. അടുത്തത് തഗ് ലൈഫ് സിനിമയുടെ ഇന്റർനാഷണൽ തിയേറ്ററിക്കൽ റൈറ്റ്സ് AP ഇന്റർനാഷണലും പിന്നെ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ്സും സ്വന്തമാക്കിയിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തതാണ്. എന്താ ആശ്വാസം. വേട്ടയ്യൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ രജനികാന്തിൻ്റെ പോർഷൻസ് കഴിഞ്ഞ് ആള് വീട്ടിലേക്ക് മടങ്ങി. തീർന്നു. ആൾക്ക് ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇതേ ഫോട്ടോ കഴിഞ്ഞു ആളുടെ പോർഷൻ കഴിഞ്ഞു. അടുത്തത് ഓക്കെ, തലവൻ. ഈ ഫഹദിന്റെ കഥാപാത്രേ അതിലേ അല്പം കോമഡി ഒക്കെ ഉള്ളതാണല്ലോ. ചെറിയ കോമഡി ക്യാരക്ടർ തന്നെയാണെന്ന് വരട്ടെ. യെസ്, തലവൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് 7 മണിക്ക്. ഓക്കെ, വെയിറ്റിംഗ് ആണ് കേട്ടോ. ജിസ് ജോയ് മൂവി. യെസ്, റാം. ലാലേട്ടൻ്റെ റാം സിനിമ, ജിത്തു ജോസഫിന്റെ റാം സിനിമ. റാം 1ഉം റാം 2ഉം 3 കൂടെ ആക്കണം. 2 പാർട്ട് ഇറക്കുന്നുള്ളൂ. എന്തായാലും റാം പാർട്ട് 1 ക്രിസ്മസിന് റിലീസിന് എത്തിക്കാൻ പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ്. റാം പാർട്ട് 1ൻ്റെ ഷൂട്ട് കുറച്ചുകൂടെ ഉണ്ട്. അത് ഉടനടി റീസ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ആൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് ജിത്തു ജോസഫ് പ്രൊഡ്യൂസറിനെ അടുത്ത് നിർത്തിയിട്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. ലെവൽ ക്രോസിൻ്റെ പ്രൊഡ്യൂസറും ആൾ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് നമ്മുടെ ഈ റാമിൻ്റെ പ്രൊഡ്യൂസർ. ഓക്കെ, എന്തായാലും പാർട്ട് 2 ആൾറെഡി ഷൂട്ട് മൊത്തം കഴിഞ്ഞതാണ്. പാർട്ട് 1ൻ്റെ കുറച്ചാണ് ഇനി ഷൂട്ട് ഉള്ളത്. എന്തായാലും കാത്തിരിക്കാൻ തുടങ്ങി. എത്ര നാളായ സിനിമ എന്ന് പറയാം. അതിലൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ട് വന്നാൽ മതിയായിരുന്നു. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് സിനിമ റിലീസായി പാർട്ട് 1 ഉണ്ടല്ലോ, റിലീസായി കഴിഞ്ഞതിന് ശേഷം 3 മാസത്തിനുള്ളിൽ പാർട്ട് 2 ഇറക്കും. അതും അതിനേക്കാളും ഗംഭീരം. അടുത്ത കിഴി ഗുരുവായൂർ അമ്പലനടയിൽ. സിനിമയിലെ K4 കൃഷ്ണ. K4 കൃഷ്ണ മറ്റേതാണല്ലോ അല്ലേ? K4 കല്യാണം സിനിമയുടെ വീഡിയോ സോങ് ഇന്ന് 6 മണിക്ക് പുറത്തു വരുന്നുണ്ട്. ചെറിയൊരു തെറ്റുണ്ട്. എന്താണ്? K4 കല്യാണം എന്ന സിനിമയുടെ അല്ല, ഗുരുവായൂർ അമ്പലനടയിൽ K4 കല്യാണം എന്ന് പറഞ്ഞ സോങ് വരുന്നത്. അത് തിരിഞ്ഞു വന്നൊരു സംശയം എനിക്കുണ്ട്. വെറുതെ സംശയം മാത്രം. എന്റെ സംശയമായിരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല സംശയങ്ങളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത കിഴി ഗരുഡൻ സിനിമയുടെ റിലീസ് ഡേറ്റ് ഇന്നലെ വന്നിട്ടുണ്ട്. മെയ് 30-നാണ്
സിനിമ റിലീസിനെത്തുന്നത്. നല്ലൊരു ഡേറ്റ് ആട്ടോ. നമ്മൾ മുപ്പത്തൊന്നിന് മെയ് 31 ഒരു സിനിമ ഉണ്ടല്ലോ, നമ്മുടെ മലയാളത്തിൽ നിന്നുണ്ട്. അതായത് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. അതാണോ? ഗൃഹല്ലോ. ഗൃഹ 14 ജൂൺ 14. അടുത്തത് യെസ്, കണ്ണപ്പ. കണ്ണപ്പ സിനിമയുടെ ഇപ്പൊ കണ്ണിനടിയിട്ട് പോലെ അഹങ്കാരത്തിൽ നിൽക്കായിരുന്നു. കുഴപ്പമില്ല. കണ്ണപ്പ സിനിമയുടെ ടീസർ മെയ് 20 ക്യാൻ ഫെസ്റ്റിവലില് ലോഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കൽക്കി സിനിമയുടെ ഫസ്റ്റ് ഗ്ലിംസ് ഇല്ലേ, അത് ഇതുപോലെയായിരുന്നു. ഒരു ഫെസ്റ്റിവലിൽ ഒരു അതായത് ഒരു വലിയ ലോഞ്ചിങ് ആയിട്ടാണ് ഇത് പുറത്തു വന്നത്. അതുപോലെ തന്നെ കണ്ണപ്പയും വരും, നമ്മുടെ പ്രഭാസും അക്ഷയകുമാറും ലാലേട്ടനും ഒക്കെ വലിയ വലിയ ആൾക്കാരുണ്ട് സിനിമയില്. കന്നഡ മൂവിയാണ്. ഓക്കെ, അടുത്ത കിഴി വാടിവാസൽ. വാടിവാസൽ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. നമ്മുടെ വെട്രിമാരൻ ഇതിനെക്കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. സിനിമ 3 മാസത്തിനുള്ളിൽ, അതായത് വിടുതല പാർട്ട് 2 ഇനി ബാക്കിയുള്ളത് 20 ദിവസത്തെ ഷൂട്ടാണ്, അതിനുശേഷമുള്ള 3 മാസത്തിനുള്ളിൽ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിരിക്കുന്നത്. നോ ഡൗട്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത്രക്ക് ഉറപ്പിച്ചിട്ടാണ് പറഞ്ഞേക്കണം. അപ്പം വെയിറ്റ് ചെയ്യാം. സൂര്യയും വെട്രിമാരനും മതിയല്ലോ, പിന്നെന്താ, നാഷണൽ അവാർഡാണ് ധാരാളം. അടുത്ത കിഴി കണ്ണപ്പ. വാടിവാസൽ അതില് ധാരാളാ, പിന്നെ ബാക്കിയുള്ളൊന്നും ഞാൻ പറയുന്നില്ല. അത് ശരിയാ. ഇതും കൂടി കേൾക്കുമ്പോ നീ പറയണേ. എന്താണ്? ടർബോ. റാം ഇട്ടിട്ടുണ്ട്, അത് 2 എണ്ണം. ടർബോ സിനിമയുടെ നമ്മൾ എപ്പോഴും പറയാറുള്ള IMDb റേറ്റിംഗ്, അതായത് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിന്റെ റേറ്റിംഗില് ടർബോ. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി അത് ടർബോ ആണ്. കഴിഞ്ഞല്ലോ, 1ാം സ്ഥാനം. അല്ല, ഞാൻ കളി ജയിച്ചു. ഈ ഗെയിമും ഞാൻ ജയിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ടർബോ. ജനങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. ഒന്നുകൊണ്ട് വിജയിക്കൂല, ഒന്നുകൊണ്ട് വിജയിക്കും. കണ്ണപ്പ, തഗ് ലൈഫ്, മാർക്കോ. ഇനി എന്തെങ്കിലും വേണോ? ഇനി കേട്ടോ, ഇനിയും തരും. ഇനിയും വേണോ? ഇനിയും തന്നിരിക്കും. തലൈവർ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് തലൈവറായിട്ടെന്താ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ടർബോ കൊണ്ടുപോയി. തലൈവർ അംഗീകരിക്കുന്നില്ല. തലൈവർ തന്നെയാണ്, അല്ലെന്നൊന്നും പറയുന്നില്ല. എന്താണെങ്കിലും ഇന്ന് ഈ നിമിഷം റാം 2 പാർട്ട് ഒക്കെ സമ്മതിച്ചു. ഇന്ന് ഈ നിമിഷം പറയുന്ന കേൾക്ക്. ഇന്ന് ഈ നിമിഷം ഇന്ത്യയുടെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി അതാ. അതുകൊണ്ടെന്താ കാര്യം? അതൊന്നല്ലോ, അതിന് പകരം ഞാൻ ഇഷ്ടം പോലെ അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ കിഴിന്റെ വിജയം എങ്ങനെയാ? അത് ഒന്ന് കിട്ടിയാലല്ല, ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ, ഏറ്റവും വലിയത്. അതെ, ഏറ്റവും വലുത് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആര്? അവര് ഇപ്പുറത്തുള്ളത് വലുത് കിട്ടുമ്പോ വിജയിക്കൂലേ? ഒന്ന് കിട്ടിയാ പോലെ അതിനുള്ളത് തന്നിരിക്കും. കിഴി തീർന്നിട്ടില്ല. ഇന്ന് നിന്നെ കരച്ചിലും കണ്ട് ഞാനൊരു ചിരിയും ചോദിച്ചിട്ട് എവിടുന്ന് പോകുള്ളൂ. IMDb റേറ്റിംഗ്സിലുള്ള റേറ്റിംഗ്സ് റേറ്റിംഗ് പറയാൻ പറഞ്ഞേ. ഇപ്പൊ വന്നിരിക്കുന്ന ശതമാനം 32.1. അതാണ് ടർബോ. കൽക്കി 26.8. ഓക്കെ, അടുത്തത് ഐഡന്റിറ്റി. ഐഡന്റിറ്റി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. നമ്മുടെ തൃഷയുടെ പോർഷൻസ് ആൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. ഇന്നലെ നമ്മൾ സ്റ്റില്ല് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പറയാൻ മറന്നുപോയി. തൃഷയുടെ പോർഷൻസ് കഴിഞ്ഞതാണെന്നുള്ളത് മറക്കുപോയി. സ്വാഭാവികമായിട്ടും മറന്നു. നീ എടുത്തത്. അടുത്തത് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, കുഞ്ചാക്കോ ബോബൻ നെക്സ്റ്റ് മൂവി. നാത്താൻ കേസുകോട് എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരുമിക്കുകയാണ്. സജിൻ ഗോപു, പിന്നെ രാജേഷ് മാധവനും സജിൻ ഗോപുവാണ് മറ്റു പ്രധാന. അതായത് കുഞ്ചാക്കോ ബോബന്റെ കൂടെയുള്ളത് ലിസ്റ്റിൻ സ്റ്റീഫനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ചെറിയൊരു തെറ്റുണ്ട്. എന്താണ്? അതായത് നാത്താൻ കേസുകോട് എന്ന സിനിമയ്ക്ക് ശേഷമല്ല ഇവരെ ഒരുമിക്കുന്നത്. ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമയ്ക്ക് ശേഷം. അതായത് അതിനകത്ത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് അത് മൊത്തത്തിൽ പറയുന്നത്. അങ്ങനെ പറയുന്നത് നായകനായിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് നാത്താൻ കേസുകോട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമല്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ നായകൻ മുഴുനീള നായകനായിട്ട് വരുന്ന സിനിമ എന്നുള്ളത് പറയണം. എന്നാ പിന്നെ ചെറിയ റോളില് കുഞ്ചാക്കോ ഒരുമിച്ചതിന് ശേഷമുള്ള സിനിമ എന്ന് പറയണായിരുന്നു. അങ്ങനെ പറഞ്ഞാലും വിഷയമല്ല. ഏതായാലും
തളർത്താൻ നോക്കാൻ തളരില്ല ഞാൻ. ഓക്കെ, അടുത്തത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, ദ ഗോട്ട്. ആ പറയട്ടെ. ഓക്കെ, ഗോട്ട് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. അതായത് ഇനി വലത്തോട്ടാ ചേരുവ്, കുഴപ്പമില്ല. ഓക്കെ, ഗോട്ട് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ തുടങ്ങി എന്നുള്ളതാണ് നമ്മുടെ അർച്ചന കൽപ്പാത്തി ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റോറി ഇട്ടുള്ളത്. യെസ്. ഇത് ചതി, ഇത് ചതി, ഇത് ചതി. എന്ത് എന്ത് ചതി? ഒരെണ്ണം കൂടുതൽ. ഓ മൈ ഗാഡ്. രാമായണ സിനിമയിൽ മോഹിത് റൈന. മോഹിത് റൈന ഉണ്ടോ? ഒന്നുമല്ല, മോഹിത് റൈന. ആളുടെ ഫുൾ നെയിം അതാണ്. മോഹിത് റൈന ശിവനായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ കേട്ടോ. മോഹിത് റൈന അല്ലേ? യെസ്. ആള് നമ്മുടെ കൈലാസനാഥൻ. അതില് ശിവനായിട്ട് വരുന്ന ആള്. അല്ലെങ്കിൽ ശിവനായിട്ട് ആളുടെ മുഖം തന്നെ ഇന്ത്യയിലുള്ള ജനങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ശിവനേ ഉള്ളൂ, അത് മോഹിത് റൈന തന്നെ ആയിരിക്കും. ആ കാസ്റ്റിംഗ് അത് കൺഫേം ആണെങ്കിൽ ആ കാസ്റ്റിംഗ് വേറെ ലെവലാട്ടോ. എന്റെ ശിവനെ, കാരണം എന്റെ കൂടെയാണല്ലോ പോയത്. നല്ലൊരു മനസ്സുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിട്ടും എന്റെ കൂടെ നിൽക്കാതെ, അല്ലെങ്കിൽ വില്ലന്മാർക്കാണല്ലോ ഇപ്പൊ പ്രാധാന്യം. അല്ല, വില്ലന്മാർക്കാണല്ലോ. നീ എന്നെ വില്ലനായിട്ടൊക്കെ ചിത്രീകരിച്ചു. നീ വില്ലൻ തന്നെ. നീ സ്ഥിരം തോക്കുന്നോണ്ട് ഞാൻ വില്ലനായി മാറി. അങ്ങനെയല്ല, അത് ശരിയാണല്ലോ. അത് അങ്ങനെയും പറ്റൂട്ടോ. അതായത് സിനിമ ഇതിനു മുൻപ് കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്ന ഒരു പ്രയോഗം. അതായത് ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ അവസാനം തോൽക്കുന്നവരെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് വില്ലനായാൽ മതിയെന്ന്. തീർച്ചയായിട്ടും നായകൻ അവസാനം വിജയിക്കുള്ളൂ, അതുവരെ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. വില്ലൻ ആദ്യം മുതൽ അവസാനം വരെ, അതായത് ജയിച്ചുകൊണ്ടേയിരിക്കും, അവസാനത്തിൽ പരാജയപ്പെടും. അങ്ങനെയാണെങ്കിൽ വില്ലനാവുന്നതും നല്ലതാണെന്നുള്ളതാണ്. അവസാനത്തിൽ പരാജയപ്പെടാൻ എനിക്ക് സമ്മതമല്ല, അതുകൊണ്ട് ഞാൻ വിജയിച്ചോണ്ട് തന്നെ ഇരിക്കും. അങ്ങനത്തെ വില്ലനാവും. നീ വില്ലനും നായകനും നീ തന്നെ. അങ്ങനെ രണ്ടും ഞാൻ തന്നെ ആയിക്കോളാം. ഞാൻ സൈഡ് റോഡ് പാവം. ആദ്യം തന്നെ ആള് പറഞ്ഞതാണ് മാറിക്കോന്ന്. അപ്പൊ മാറി വന്നിരുന്നു. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ, ചങ്കൊളിച്ച് കാണിച്ചു തീർക്കാനൊന്നും പറ്റൂലല്ലോ. എടാ തോക്കാനുള്ളതാണ്, വെറുതെ നീ സങ്കടപ്പെടും എന്നുള്ളത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം എന്താണെങ്കിലും ശരി, കിഴി എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. വൈകിട്ട് കാണണ്ട വൈകുന്നേരം തലവനുമായിട്ട് മാറട്ടെ. ഓക്കെ.